ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഞാൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വന്നൊരു കമൻറ്റാണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. അപ്പോൾ അത് പറയണമെങ്കിൽ നമുക്ക് ആദ്യം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് അറിയണം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു ഡിവൈസിൻ്റെയോ ഹാർഡ്വെയറിൻ്റെയോ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ കമ്പ്യൂട്ടിംഗ് സർവീസസ് ഇൻ്റർനെറ്റ് ത്രൂ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ടെക്നോളജിയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ, നമ്മുടെ കയ്യിലൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, ഡിവൈസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മെമ്മറിയൊക്കെ സേവ് ചെയ്തുകൊണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് ഏറ്റവും സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാൻ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യപ്പെടും ഇതിനകത്ത്, ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡാറ്റകളൊക്കെ ഓരോ വ്യക്തികളും കൊടുക്കുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയൊക്കെ ഇവരെവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? വലിയ വലിയ ഡാറ്റാ സെൻറ്ററുകളിലും സെർവറുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സെർവറുകളും ഡാറ്റാ സെൻറ്ററുകളൊക്കെ പലപ്പോഴും അത്രത്തോളം എൻവിറോൺമെൻറ്റിന് ഗുഡല്ല. അതായത് ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ ഡിവൈസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസൊക്കെ, ലെഡ്, കാഡ്മിയം പോലെയുള്ള ഐറ്റംസ്, മെറ്റീരിയൽസൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മുടെ എൻവിറോൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആണ്. പിന്നെ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് വളരെയധികം കൂടുതലാണ്. കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയും. അതൊക്കെ എൻവിറോൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് എനർജി കൺസ്യൂമിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത്തരം വലിയ വലിയ ഡിവൈസുകൾക്ക്. അതൊക്കെ എൻവിറോൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്, എൻവിറോൺമെൻറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മെയിനായിട്ട് 3 പറഞ്ഞു. അതിൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. ഒന്ന് എനർജി എഫിഷ്യൻസിയാണ്. നമുക്ക് ഇത്തരം ഡാറ്റാ സെൻറ്റേഴ്സിനകത്തൊക്കെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യാം, വിർച്വലൈസേഷൻ ടെക്നിക്കുകളൊക്കെ എത്രത്തോളം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പവർ യൂസേജ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ലോഡ് ബാലൻസിങ് നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനർജി എഫിഷ്യൻസി എന്നുള്ള കോൺസെപ്റ്റിൽ മീൻ ചെയ്യുന്നത്. അതായത് വിർച്വലൈസേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫിസിക്കൽ ഹാർഡ്വെയർസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഹാർഡ്വെയർസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ വീട്ടിലൊരു AC വാങ്ങുകയാണെങ്കിൽ പോലും ഓരോന്നിനും ഓരോ രീതിയിലുള്ള എനർജി എഫിഷ്യൻസിയാണ് വരിക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ പവർ യൂസേജൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് എനർജി എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി യൂസസ്, അതായത് സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസൊക്കെ റെഡ്യൂസ് ചെയ്യാം. അതാണ് റിന്യൂവബിൾ എനർജി യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷനാണ്. അതായത് നമുക്ക് മാക്സിമം വിർച്വലൈസേഷൻ ടെക്നിക്കുകളും ഡൈനാമിക് പ്രൊവിഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളുടെ റിസോഴ്സസിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നമ്മളുടെ സർവേഴ്സ്, അതിനകത്തുള്ള ഡിവൈസുകളൊക്കെ യൂട്ടിലൈസ് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ എനർജി മാക്സിമം സേവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളപ്പോൾ ഓരോ സ്റ്റേജിനും ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞ പോലെ എനർജി എഫിഷ്യൻസിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എനർജി യൂസസ് എങ്ങനെ ആവണം, മാക്സിമം റിന്യൂവബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്ത് പുതുക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള എനർജി യൂസസ് ആവണം. അതുപോലെ തന്നെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ മാക്സിമത്തിലാക്കണം. കുറേ ഡിവൈസുകൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് പ്രോസസ്സ് നടത്തുന്നതിന് പകരം വിർച്വലൈസേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് മിനിമൽ ഫിസിക്കൽ ഡിവൈസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ കാർബൺ ഫുട് പ്രിൻ്റ് റിഡക്ഷനാണ്. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് വളരെയധികം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ട്രാക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എത്രത്തോളം അത് കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിലൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് അതുപോലെ എനർജി സോഴ്സസൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ട് വേണം എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഡിവൈസിനെ കുറേ കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊക്കെ പലപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പകരം നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എമിഷൻസ് കുറയും. അങ്ങനെ എപ്പോഴും ട്രാക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാലേ ഇത് എക്കോ ഫ്രണ്ട്ലി ആക്കിയിട്ട് എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി ആക്കാൻ കഴിയുള്ളൂ.
പിന്നെ അടുത്ത കൺസെപ്റ്റ് വിർച്വലൈസേഷൻ ആൻഡ് കൺസോളിഡേഷൻ ആണ്. നമ്മൾ മാക്സിമം വിർച്വൽ മെഷീൻസ്, വിർച്വലൈസേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ മെഷീൻസിനെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഡിമാൻഡ് കുറക്കുക, എനർജി കൺസ്യൂമിംഗ് ഒക്കെ മാക്സിമം കുറച്ച് എല്ലാം കൂടെ ഏകീകരിച്ചൊരു കൺസോളിഡേറ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്നതും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് എത്താൻ കഴിയും. പിന്നെ കൂളിംഗ് എഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൂളിംഗ് ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. ലിക്വിഡ് കൂളിംഗ്, ഫ്രീ എയർ കൂളിംഗ്, അത്തരം കൂളിംഗ് ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡിവൈസ് ഇങ്ങനെ ഹീറ്റായി ടെമ്പറേച്ചർ കൂടുന്നത് കുറക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ഈ എനർജി ലാഭിക്കാനും ഈ കാർബൺ ഫുട് പ്രിൻ്റൊക്കെ കുറക്കാനും കഴിയും. പിന്നെ സസ്റ്റൈനബിൾ ലൈഫ് സൈക്കിൾ മാനേജ്മെൻ്റ് ആണ്. അതായത് മാക്സിമം റീസൈക്ലബിൾ മെറ്റീരിയൽസ് ഹാർഡ്വെയറിനകത്തൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേസ്റ്റ് മാക്സിമം ഡിസ്പോസൽ റെസ്പോൺസിബിൾ ആക്കുക. അതായത് നമ്മൾ ശ്രദ്ധയില്ലാതെ അത് ചെയ്യുന്നതിന് പകരം അതിനൊരു ഉത്തരവാദിത്തത്തോടെ എങ്ങനെ വേസ്റ്റ് റീയൂസ് ചെയ്യാം എന്നുള്ളതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹാർഡ്വെയർ ലൈഫ് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു ഡിവൈസ് കുറച്ചും കൂടി ഇയർ കഴിയുമ്പോഴേക്കും അതും കൂടെ ഒഴിവാക്കി അടുത്ത് വാങ്ങുന്നതിന് പകരം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയാനുള്ളത്. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്തായിരുന്നു? എനർജി എഫിഷ്യൻസി ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി യൂസേജ് ആണ്. പിന്നെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ ആണ്. പിന്നെ കാർബൺ ഫുട് പ്രിൻറ്റ് റിഡക്ഷൻ ആണ്. പിന്നെ വിർച്വലൈസേഷൻ ആൻഡ് കൺസോളിഡേഷൻ, പിന്നെ കൂളിംഗ് എഫിഷ്യൻസി, പിന്നെ സസ്റ്റൈനബിൾ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓപ്പറേഷണൽ കോസ്റ്റുകൾ കുറക്കാൻ കഴിയും എനർജി സേവിങ്ങിലൂടെ. പിന്നെ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഇമേജ് കൂട്ടാൻ കഴിയും. അതായത് ഇപ്പോൾ ഓരോ കമ്പനിക്കും അവരുടെ ഒരു സ്ഥിരത ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ലെവൽ, ആ ഒരു ഇമ്പാക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ റെഗുലേറ്ററി കംപ്ലയൻസ് വിത്ത് ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ്, അതായത് നമ്മളുടെ ഗവൺമെൻറ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒന്ന് ഗൂഗിൾ ക്ലൗഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലൗഡിൽ മുമ്പൊന്നും അത്ര ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ലെങ്കിലും കാലങ്ങളെ കൊണ്ട് ഒരു 2030 കൂടി ഒരു കാർബൺ ഫ്രീ എനർജി 24/7 എന്നുള്ള രീതിയിൽ അവർ എയിം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കാർബൺ ഫ്രീ ആക്കി മാറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഒക്കെ മാക്സിമം കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മീൻ ചെയ്യുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റ് അസൂറിൽ 2030 കൂടി കാർബൺ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ആമസോൺ AWS പറയുന്നതും എന്താണ്? അവർ 2025 കൂടി 100% റിന്യൂവബിൾ എനർജിയാണ് യൂസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ഇത് പ്രാക്ടിക്കലി, നമ്മളിപ്പോൾ തിയറിറ്റിക്കലി നമുക്ക് ഇങ്ങനെ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാൻ കഴിഞ്ഞാലും പ്രാക്ടിക്കലി അത് എത്രത്തോളം കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കേസാണ്. അപ്പോൾ ഇത്രയാണ് ഗ്രീൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളാണ്. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അത്രത്തോളം എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് എങ്ങനെ നമുക്ക് എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി ആക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതിന് വേണ്ടി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറക്കണം, അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ എനർജി കൺസ്യൂമർ കുറക്കണം, വേസ്റ്റ് കുറക്കണം, അത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞു, എക്സാമ്പിൾസും പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.